എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഹൈ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയിൽ നിഫ്റ്റി വന്നൊരു സപ്പോർട്ട് എടുത്തു, പിന്നെ തിരിച്ച് വീണ്ടും കയറി R1 പോയിട്ട് ചെറിയൊരു സെല്ലിങ് വന്നു. അപ്പം ഫുൾ ടൈം മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെ ആയിരുന്നു. ഏകദേശം 25,960 സംതിങ് വരെ വന്നിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു പ്രാവശ്യം 26,000 മുകളിലോട്ട് ഇന്ന് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അതായത് ഞാൻ ഇന്ന് മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് നാളെ ഓപ്പണിംഗ് ഒരു 100-150 പോയിന്റ് ഓപ്പണിംഗ് പ്ലസ് ആണെങ്കിൽ നല്ലൊരു സെല്ലിങ് മാർക്കറ്റ് വരും. അതായത് 26,000 മുകളിൽ ഓപ്പണായി 26,050, 26,080 റേഞ്ചിലാണ് ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെന്റ് വന്നെങ്കിൽ, ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ 9:15 to 9:30 ആ റേഞ്ച് സമയത്ത് വന്നെങ്കിൽ നല്ലൊരു സെല്ലിങ് നിഫ്റ്റിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആൾക്കൊന്ന് ട്രേഡ് എടുക്കുന്നവർ നല്ല സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓൾ ടൈം ഹൈ ആണ് ബാങ്ക് നിഫ്റ്റിയും. ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ ഹൈയിൽ പോയി, ഹൈയിൽ തന്നെ ക്ലോസ് ആയി. പ്രീവിയസ് ഡേ ഹൈയുടെ ലെവലിൽ തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയറിനകത്തും സെല്ലിങ് ചാൻസ് ഉണ്ട്. ഓപ്പണിങ്ങിൽ ഒരു 300, 400 അല്ലെ 500 പോയിന്റ് പ്ലസിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ നിന്നൊരു സെല്ലിങ് ബാങ്ക് നിഫ്റ്റിയിലും വരും. അപ്പോൾ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. അതുപോലെ പുതിയ ഹൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷെയർസിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുമ്പം സൂക്ഷിക്കണം. ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ നിഫ്റ്റി ഒരു 26,000-നും 26,250 എന്നുള്ള റേഞ്ച്, ആ റേഞ്ചിൽ നിന്ന് നിഫ്റ്റിയിൽ നല്ലൊരു സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളത് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഈ റേഞ്ചിൽ ചിലപ്പോൾ ഒരു 3-4 ദിവസം ചിലപ്പോൾ നിന്നിട്ടായിരിക്കും, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും താഴോട്ട് വരുന്നത്. എന്തായാലും ഇവിടുന്ന് ഒരു കറക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ മാർക്കറ്റിൽ. അപ്പം ഓൾറെഡി കറക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒത്തിരി താഴെ പോയിട്ട് 20, 25, 30% ഒക്കെ പോയിട്ടുള്ള ചില ഷെയറുകളുണ്ട്. അപ്പോൾ ഒരു ബൈ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ചില ഷെയർസൊക്കെ ഈ റേഞ്ചിൽ മാർക്കറ്റ് അടിച്ചു പോയാലും അതിനകത്തെങ്കിലും വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. അതൊന്നില്ല അങ്ങനെ നിൽക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് കയറുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഷെയർസിനകത്ത് എൻട്രി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഹൈയിൽ ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന പല ഷെയറുകളിലും ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റിയിൽ പേടിക്കണം. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടി ഷെയർസിനകത്തൊക്കെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഷെയറാണ്, ഒരു മിനിറ്റ്, കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരുന്ന ഷെയറാണ് ഈ കാണുന്നത്. 13 ഷെയർ. ഇതിൽ 4-5 ഷെയർ നല്ല ചാൻസ് തന്നു. ചില ഷെയറുകൾ ലെവലിന് അടുത്ത് വരെ വന്നിട്ട് നല്ലപോലെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസ് തന്ന ഷെയറുകൾ 2-3 ഷെയർ ഞാൻ കാണിച്ചാൽ, ITDC സിമെന്റ്, ഈ ഷെയർ ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിംഗ് തന്നെ ഇവിടെ വരുന്നു. ഇവിടെ പ്രീവിയസ് ഡേ ഹൈ R1-ന്റെ R2-ന്റെ ഇടയ്ക്ക് ഓപ്പണായി കുത്തനെ ഒരു പോക്കാണ് മേപ്പോട്ട് പോയി. എന്നിട്ട് ഇവിടെ വരെ ഹൈ വന്നു, 614 വരെ ഹൈ പോയിട്ട് നേരെ തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 598 എൻട്രി എടുത്താൽ അടുത്ത ക്യാൻഡിൽ തന്നെ അത് 580 വരെ വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് മുകളിൽ ഈ ലെവലിൽ കയറിയിട്ട് വീണ്ടും തിരിച്ച് ഹെവി ആയിട്ട് താഴെ പോയി. ഇവിടെ ഒരു 20 രൂപ, അതിനുശേഷം വീണ്ടും എൻട്രി ചെയ്തവർക്കാണെങ്കിൽ ഇവിടുന്ന് ഒരു 35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് താഴോട്ട് കിട്ടുന്നുണ്ട്. വൺ സൈഡ് മൂവ്മെന്റ് താഴോട്ട് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി എൻ്റെ ആ സ്ട്രാറ്റജിയുടെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുക. നമ്മൾ ഷോർട്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. CPR സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് മെയിനായിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നത്. തലേ ദിവസം നല്ല ഹൈയിൽ പോയ ഷെയർസിനകത്തുനിന്ന് ചാൻസ് എടുക്കും. പിന്നെ അതുപോലെ നമുക്ക് വേറൊരു ഷെയർ, ഹഡ്കോ എന്ന് പറയുന്ന ഷെയർ, ഹഡ്കോ ഓപ്പണിങ്ങിൽ ഇവിടെ ഓപ്പണായി നേരെ പോയി R1 ടച്ച് ചെയ്ത്, അല്ല R1 പ്രീവിയസ് ഡേ ഹൈ ടച്ച് ചെയ്ത് ഇറങ്ങി. ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത് 252, 51 എൻട്രി എടുത്താൽ 241, 10 രൂപ പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല മൂവ്മെന്റ് അതിനകത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റിലയൻസ് ഇൻഫ്ര
കിട്ടിയിട്ടില്ല. പ്രിസം ജോൺസൺ ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ ഇതിൽ സപ്പോർട്ട് എടുത്ത് ഇതിലെ CPRന്റെ അപ്പർ ലെവലിൽ സപ്പോർട്ട് എടുത്ത് നേരെ കയറിപ്പോയി R1 കട്ട് ചെയ്തു. പ്രീവിയസ് ഡേ കട്ട് ചെയ്തു. R1 അടുത്ത് വരെ പോയിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവിടെ വെച്ച് എടുക്കാം. ഇതിന് മുകളിൽ പോകാതെ ഇറങ്ങുന്നതുകൊണ്ട് നമ്മളിവിടെ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇവിടെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്. പക്ഷെ നമ്മളിവിടെ ലെവൽ കട്ട് ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഈ റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി എടുത്താൽ 224 എടുത്താൽ 220 ലാസ്റ്റിലോട്ട് വരുമ്പോൾ 217, അതായത് 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. പിന്നെ ബാക്കി ഇപ്പം മാർക്സൺസ് ഫാർമ എന്ന് പറയുന്ന ഷെയർ ആണെങ്കിൽ അത് നമ്മൾ എടുത്ത ഷെയറാണ്. പക്ഷെ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ നമ്മൾ നോക്കിയറിയാം പ്രീവിയസ് ഡേ ഹൈ ഇതാണ്. അപ്പോൾ അതിന് അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങി പിന്നെയും തിരിച്ച് കയറി ഏകദേശം അടുത്ത് വരെ വന്ന് പിന്നെയും തിരിച്ച് നല്ലതായിട്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇവിടോട്ട് വെച്ചിട്ട് എടുക്കുന്നവർക്ക് ചാൻസ് നല്ലതായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് പറ്റും. പുതിയതായിട്ട് നോക്കുന്നവർക്ക് ലെവൽ കട്ട് ചെയ്തിട്ട് ശേഷം മാത്രം ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ നാളത്തേന് നമ്മൾ 14 ഷെയറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 14 ഷെയറിനകത്ത് ഇതിനകത്ത് ഈ ഷെയർ ആംബർ എന്ന് പറയുന്ന ഷെയർ അത് ഞാൻ മാർക്ക് ചെയ്തിടാം. ഈ ആംബർ എന്ന് പറയുന്ന ഷെയർ നാളെ ഓപ്പണിങ്ങിൽ ഈ ആവറേജിന് താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ആവറേജിന് താഴെ അല്ലെങ്കിൽ ഒരു 492 4930 വന്നിട്ട് ഒറ്റയടിക്ക് താഴോട്ടേക്ക് പോരും. താഴോട്ട് വന്നിട്ട് ഈ 4894ൻ്റെ താഴെ പോയിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ ഈ ലെവൽ വരാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ CPRൻ്റെ സെൻട്രൽ ലെവൽ വരാം. ഈ ലെവലിലും ടച്ച് ചെയ്യാം. പക്ഷേ എങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് തിരിച്ച് കയറിയാൽ നല്ലൊരു മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടും ഈ ഷെയർ. അപ്പോൾ ബൈ ചെയ്യുന്നവർക്കൊക്കെ അങ്ങനത്തെ ഒരു ചാൻസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും ഈ ഷെയർസിന്. ഈ ഷെയറിനകത്ത് ആംബർ എന്ന് പറഞ്ഞ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പണിങ്ങിൽ ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കണം. ഈ ലെവലിന് താഴെ പോയിട്ട് തിരിച്ച് കയറണം. അതല്ല എങ്കിൽ ഈ ലെവലെ ഒന്ന് ടച്ച് ചെയ്തിട്ട് കയറണം. ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒരു ലെവലിൽ നിന്ന് ഇത് നല്ലൊരു മുകളിലോട്ടൊരു കയറ്റം കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക ആ ഷെയർ. അതുപോലെ അസാഹി ഇന്ത്യ 820 ക്ലോസിങ് വന്നേക്കുന്നത്. പക്ഷേങ്കിൽ ഇത് നാളെയോ മിക്കവാറും ഈ ഷെയർ നാളെ താഴെ പോകാനാണ് ചാൻസ് കൂടുതൽ. അതായത് പക്ഷേ ഏത് ലെവൽ വന്നിറങ്ങുമെന്ന് എനിക്ക് മാക്സിമം ഒരു ലെവൽ ഞാൻ പ്രതീക്ഷിക്കുന്ന 850 റേഞ്ചിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. അതല്ല 836-37 പോയിട്ട് ഈ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പം ഒരു ഹെവി മൂവ്മെൻറ്റ് താഴോട്ട് തരാൻ ചാൻസ് ഉണ്ട്. ഈ അസാഹി ഇന്ത്യ ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ മിന്ത കോർപ്പ് എന്ന് പറയുന്ന ഷെയർ ക്ലോസിങ് ഇതാണ്, ആവറേജ് ഇതാണ്. 600 മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ ഇപ്പം 603 എന്നൊരു ഹൈ അടിച്ചിട്ട് 600 താഴോട്ട് ഇറങ്ങി 3 രൂപയുടെ റിസ്ക് എടുത്തൊരു ട്രേഡ് എടുക്കും അവിടെ. അതല്ല ഓപ്പണിങ്ങിൽ നല്ലൊരു മുകളിലോട്ട് കിട്ടിയെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം 616-19 ഈ 2 റേഞ്ചിന് മുകളിലോട്ട് വന്നിട്ട് ഈ 2 റേഞ്ചിനും താഴോട്ട് പോയെങ്കിൽ നല്ലൊരു ഇറക്കം ഈ ഷെയറിനകത്ത് പ്രതീക്ഷിക്കാം. റിലയൻസ് ഇൻഫ്രയ്ക്കകത്താണെങ്കിലും അതുപോലെ തന്നെ ഈ R2 റേഞ്ചിൽ വന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതല്ല R1-ന് മുകളിൽ പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഷെയറിനകത്ത്. അതുപോലെ ഫിൻകേബിള് ഓപ്പണിങ്ങിൽ ഹൈയിലോ അതോ ഈ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതായത് 1600 മുകളിൽ പോയിട്ട് അല്ലെങ്കിൽ 1600 അടുത്ത് പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ് താഴോട്ട് ഒരു 30-40 അല്ലെങ്കിൽ 50 രൂപയൊക്കെ പ്രതീക്ഷിക്കുക ഒറ്റയടിക്ക്. ഐസ്മേക്ക് എന്ന് പറഞ്ഞ ഈ ഷെയറും R1 വന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല പ്രീവിയസ് ഡേ ഹൈ അടിച്ചിറങ്ങുവാണെങ്കിലും അവിടെ നമുക്ക് ചാൻസ് എടുക്കാൻ 10-15 രൂപ കിട്ടും ഈസി ആയിട്ട്. VIP ഇൻഡസ്ട്രീസ് കിട്ടിയത് VIP ഒരു പ്രാവശ്യം ഇത് 556 ഈ 580 വന്നിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആണ്. അതല്ല വൺ സൈഡ് മൂവ്മെൻറ്റ് 600 പോയി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല ചാൻസ് ആയിരിക്കും. ഓപ്പണിങ്ങിൽ തന്നെ ഈ റേഞ്ച് വരണം. അത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ റേഞ്ച് വന്നാൽ തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ടായിരിക്കും. അതുപോലെ
ഇത് ഡിബോൾ എന്ന് പറയുന്ന ഈ ഷെയർ R1 പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം ഈ 2 ലെവലിലും താഴ്ത്തു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങിത്തരാം. സംഘം ഇൻഡസ്ട്രീസ് നോക്കുക, പെർസെൻറ്റേജ് 12. ചിലപ്പോൾ നാളെ ഹെവി മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഈ R3 വരെയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് സംഘത്തിൻ്റെ ഈ ലെവൽ വന്നിറങ്ങുകയാണെങ്കിൽ അധികം നേരം വെയിറ്റ് ചെയ്യാതിരുന്നു. ഇപ്പോൾ 64, 65 പോയിട്ട് 63 കെട്ടിയുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. 57, 56 വന്നിട്ട് തിരിച്ച് വീണ്ടും ചിലപ്പോൾ കയറിപ്പോകും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഷെയർ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ഒരു 500 രൂപയിൽ 1-2 ദിവസത്തിനുള്ളിൽ പോകാം. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പോകാം, ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ പോകാം. അതുപോലെ ജയ്കോർപ്പ് R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കുക. ശ്രേയസ് ഷിപ്പിംഗ് അതും R1 പ്രീവിയസ് ഡേ ഹൈ എന്നൊക്കെ വരുവാണെങ്കിൽ ഒത്തിരി നേരം ഈ ഷെയറിനകത്തൊന്നും വെയിറ്റ് ചെയ്യരുത്. സ്കിപ്പർ 14%, 486. R1 മുകളിൽ പോയിട്ട് ഇറങ്ങുക, നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കാം. BF യൂട്ടിലിറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഈ BF ഇൻവെസ്റ്റ്മെൻറ്റ് പേഴ്സണലായിട്ട് ആരാണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൾട്ടി ബാഗർ ചാൻസ് ഉള്ള ഷെയറാണ്. BF യൂട്ടിലിറ്റി അല്ല, BF ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇന്നത് കയറിപ്പോയി. നോക്കാം, വരും ദിവസങ്ങളിൽ നോക്കാം അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന്. ഈ ഷെയർ ഈ 2 ലെവലിൽ ഏതെങ്കിലും ലെവലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1, R2. SBFC 105 അപ്പർ സർക്യൂട്ടാണ്. ഈ 2 ലെവൽ നോക്കൂ. ഈ 2 ലെവലിൽ നിന്ന് ഏതെങ്കിലും ലെവലിൽ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അപ്പം ഞാൻ ഈ പറയുന്ന ലെവലുകളൊക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ലെവൽ കട്ട് ചെയ്യുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. ലെവലിന് മുകളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻട്രി എടുത്ത് വിടരുത്. താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കുക, അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. സൂക്ഷിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു 2-3 ഇത്രയും ഷെയർ ഉള്ളതിനാൽ നമുക്ക് 2-3 ഷെയർ കിട്ടിയാൽ മതി. നമ്മൾ പറയുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടുന്ന എന്തായാലും ഒരു 5-6 ഷെയർ കാണും. അതിലൊരു 2-3 ഷെയർ കണ്ടിന്യൂസ് ട്രേഡ് എടുക്കാമെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. സെല്ലിങ്ങിന്